ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൊണ്ട് കലുഷിതമാണ് പശ്ചിമേഷ്യൻ സംഘർഷം. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ച പൂർണ്ണമായും പരാജയമായതോടുകൂടി തന്നെ ഇരുപക്ഷത്തു നിന്നും ഭീഷണികൾ മുഴക്കുകയാണ്. ഹോർമൂസ് തുറുപ്പുചീട്ടാക്കിക്കൊണ്ട് ട്രംപും ഇറാനും വലിയ രീതിയിൽ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണികൾ മുഴക്കുന്നു. ട്രംപ് ആകട്ടെ ഹോർമൂസ് കടലിടുക്ക് തന്നെ ലക്ഷ്യമാക്കി ഇറാന് നേരെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ ഭീഷണികൾ കാറ്റിൽ പറത്തി ശക്തമായ മറുപടിയാണ് ഇറാൻ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇസ്ലാമാബാദിലെ ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ തന്നെ ഹോർമൂസ് കടലിടുക്ക് വഴി കപ്പലുകൾ പ്രവേശിക്കുന്നത് തടയുമെന്ന് ട്രംപിന്റെ ഭീഷണിക്കാണ് ഇറാൻ മറുപടി നൽകിയിരിക്കുന്നത്. ഹോർമൂസിൽ നിയന്ത്രണത്തിൽ ഏർപ്പെടുത്തിയാൽ ചെങ്കടലിലെ ബാബ് അൽ മദ്ബ് ലക്ഷ്യമിട്ടുകൊണ്ട് തിരിച്ചടി നൽകും എന്നതാണ് ഇറാൻ മാധ്യമങ്ങൾ ഇവിടെ സൂചന നൽകുന്നത്. ബാബ് അൽ മദ്ബ് ആകട്ടെ കടലിടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുന്ന ഈ നിലപാട് രാജ്യാന്തര തലത്തിൽ വലിയ ആശങ്കകൾക്ക് കാരണമാവുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ചെങ്കടലിൽ ഹൂതി വിമതരും അമേരിക്കയും തമ്മിൽ ഏറെ നാളായി തന്നെ തുടരുന്ന സംഘർഷം ഈയിടെയാണ് അവസാനിച്ചത്. ഇത് കപ്പൽ സഞ്ചാരത്തിന് ആശ്വാസമേകി അത് വരുന്നതിനിടയിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ ഭീഷണികൾ പുറത്തുവരുന്നത്. ഹോർമോസിന് പകരം ബാബ് അൽ മദ് ആകട്ടെ തടയുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ചെങ്കടലിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുന്നതായി തന്നെ കണക്കാക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്പോര് മുറുകുന്നത് പശ്ചിമേഷ്യയിൽ പുതിയ യുദ്ധമുഖം തുറക്കുമെന്ന ഭീതി കൂടുതലായി തന്നെ വർദ്ധിക്കുന്നുണ്ട്. ഹോർമൂസിൽ കടുംപിടുത്തം തുടരുന്ന ഇറാനെ അതിനോടകം തന്നെ കൊണ്ട് വെട്ടാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വെല്ലുവിളിയായി തന്നെ ഉയരുന്നത്. കപ്പലുകളിൽ നിന്ന് ഇറാൻ പണം പിരിക്കുന്നു എന്നത് അത് തടയാൻ ഇത്തരത്തിൽ കപ്പലുകളെ ഹോർമൂസിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് തന്നെ തടയുമെന്നതാണ് വെല്ലുവിളിയായി തന്നെ ഉയർത്തുന്നത്. ഇത് അന്താരാഷ്ട്ര ജലപാതകളെയും സമുദ്ര മേഖലയെയും സംഘർഷത്തിൽ മുക്കുമെന്നതിനും ഉറപ്പാണ്. അതിനിടെയാണ് ഇറാനും അമേരിക്കയും ഇടയിലെ സംഘർഷത്തിൽ സമാധാനം സാധ്യമാക്കാനായി തന്നെ മധ്യസ്ഥത വഹിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കുന്നത്. അതേപോലെ മധ്യസ്ഥ റോളിലേക്ക് ഒരു വൻ ശക്തി എത്തുന്നത് യുദ്ധ സാഹചര്യം ഒഴിവാക്കാൻ സഹായകരമാകുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നതും. അതേപോലെ തന്നെ ഇറാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ US ഉൾപ്പെടെ തന്നെ അരയും തലയും മുറുക്കി നിന്ന് റഷ്യക്കാണ് പ്രഹരത്തിന് അല്ലെങ്കിൽ അതിൽ ഇടപെടണമെന്ന വാഗ്ദാനം ലോകം പ്രതീക്ഷയോടെ തന്നെ കാണുന്നത്. ഇറാന്റെ യുറേനിയം തങ്ങൾ അവിടെ സുരക്ഷിതമാക്കിയതുൾപ്പെടെ തന്നെ പോർമുഖങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നും മാത്രമല്ല ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിനുമായി പുടിൻ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിക്കുകയും മേഖലയിൽ ശാശ്വത സമാധാനം അവിടെ സ്ഥാപിക്കുന്നതിനായി മധ്യസ്ഥ വഹിക്കുമെന്ന വാഗ്ദാനം ചെയ്യുന്നതായും ഇവിടെ എടുത്ത് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.